സാറ് ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാണ് അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു. ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുപിള്ള പെട്ടിയെ കൃത്ത അസൈ വെച്ചു. ഓ, അയ്യോ, ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലം അകത്ത് വെച്ചത്? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതുകാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ? പാച്ചുള്ളേ, അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ. എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാണ്. ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുള്ളൂ. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലക്ക് കിട്ടി. 350 റുപ്പീസ് കൊടുത്തു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാ നന്ദിനിക്കുട്ടിയുടെ വിചാരം? വില അല്പം കൂടിപ്പോയി. 2000 റുപ്പീസ് കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ, പോരണം. വരൂ, അകത്തേക്ക് പോവാം. ഡൈനിങ് ഹാൾ. ഇതിന്റെ വില എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. വരൂ. പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇതുവരെ ഈ അടുക്കള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഇത് നന്ദിനിക്കുട്ടിയുടെ സാമ്രാജ്യം. ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഗ്യാസ്. പിന്നെ ഇവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഔട്ടാവും. ഇതാണ് ബെഡ്റൂം, അതായത് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? ഈ ഡബിൾ കോട്ടിന് എന്ത് വില കൊടുക്കേണ്ടി വരും? 600 റുപ്പീസ് കൊടുത്തു. കല്യാണ സ്പെഷ്യൽ. ദേ, ഒന്നിരുന്ന് നോക്കി. എങ്ങനെയുണ്ട്? എനിക്ക് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമാണ്. ഞാൻ കരുതി നന്ദിനിക്കുട്ടി പാല് കൊണ്ടുവരും, ഞാൻ പാല് പകുതി കുടിക്കും, ബാക്കി നന്ദിനിക്കുട്ടി കുടിക്കും എന്നൊക്കെ. പക്ഷെ നടന്നത്, ഞാൻ നോക്കുമ്പോ നന്ദിനിക്കുട്ടി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തണ്ട, വായന കഴിയുമ്പോ വന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഇതാ. ആ കർട്ടൻ എവിടുന്ന് വാങ്ങിയതാ? ബസാറിൽ നിന്ന്. വില വളരെ കുറവാ. 70 റുപ്പീസ് സംതിങ്ങേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? പച്ച നിറം എനിക്കിഷ്ടമാണ്. എനിക്കും. മോഹൻ ആദ്യം ഈ ആലോചനയുമായി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ടാന്ന്. പിന്നെ അവന്റെ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായി പോയനെ. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി എന്തെങ്കിലും ഒരു ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്? എനിക്കെന്റെ ഭാര്യയെ കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, സിനിമയൊക്കെ കണ്ട് മനസ്സിൽ കടന്നുകൂടിയ സങ്കല്പമാണ്. ശാലീനയായൊരു പെൺകുട്ടി. അവൾ അടുക്കളപ്പണിയിൽ എക്സ്പെർട്ട് ആയിരിക്കും. അവൾ അവിയലും തീയലും കിച്ചടിയും ഒക്കെ മാറി മാറി വെക്കണം. ആഴ്ചയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇറച്ചിയോ മീനോ പറ്റും. എന്നും രാവിലെ വന്ന് അവൾ എന്നെ വിളിച്ചോളും. എങ്ങനെയാണ്? കുളിച്ച് ചന്ദനക്കുറിയിട്ട മുഖത്തോടെ. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ ജയൻ അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കളിയാക്കാനായി ഒരു സെറ്റ് കൊണ്ട് വാങ്ങി തന്നു. കാണണോ? മിനിമം ഒരു 30 റുപ്പീസിന്റെ ആയിക്കാണോ അല്ലേ? ഈ സാധനമാണ് ഈ വീട്ടിലെ ഏക ശത്രു. പലപ്പോഴും അവനൊരു ശകനം മുടക്കിയ.
വന്നിട്ട് ഇതുവരെ അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ്. ഞാനിപ്പോരെ. പെണ്ണിന്റെ ഐശ്വര്യം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഭാര്യയെ ഭർത്താവ് പോകാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നന്ദിനിക്കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത് 2 ലക്ഷം രൂപയുമായിട്ട്. ഞാൻ ക്യാമ്പയിൻ ചെയ്തിരുന്ന 2 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ഡീൽ വിജയിച്ചിരിക്കുന്നു. ആ കമ്പനിയുടെ MD ആണ് ഇപ്പൊ വിളിച്ചത്. ഹോട്ടൽ വരെ പോയി ഒന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. 2 ലക്ഷം രൂപയാണ്. ഞാൻ അരമണിക്കൂറിനെത്തും. ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ലല്ലോ. താഴെ വാച്ചുള്ളുണ്ട്. പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചല്ലേ കുറേ കളയരുത്. അതെ. ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സാറിൽ നിന്ന് ആഫീസിൽ പോകണ്ടായോ? പോണം. അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് വൈകുന്നറിയാം. എന്നാ ഞാനങ്ങോട്ട് വീട് വരെ പോയിച്ചു വരാം. ശരി. ചായ ചായ കഴിക്കൂ. അയ്യോ, ഞാൻ എണീക്കാൻ വൈകിയോ? അങ്ങനെയൊന്നുമില്ല. മണി 8:30 ഉള്ളൂ. ഉറക്കം പൂർത്തിയാകാതെ ഉണർന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണർത്താതിരുന്നത്. ചായ ആരുണ്ടാക്കി? ഞാൻ. വീട്ടിൽ വേലക്കാരെ നിർത്താതെ ജീവിച്ചതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. വേലക്കാരെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പാണ്.
ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് ധൃതിയിലായതുകൊണ്ട് ചായ അത്ര നന്നായില്ല. ജയൻ എന്റെ ചായയുടെ ഒരു ആരാധകനാണ്. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി ഇന്നലെയും എന്നെ പറ്റിച്ചളഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ഇന്നലെ മടങ്ങി വന്നപ്പോ നന്ദിനിക്കുട്ടി സുഖമായി ഉറങ്ങും. പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാൽ ഉണർത്തേണ്ടി വരും. ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം ആരോ ഫോൺ ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു? ഇല്ല. ഇനി ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ഓഫീസിൽ പോയാൽ വൈകുന്നേരമേ വരും. ഇന്ന് ഞാൻ ബോയെ അങ്ങോട്ട് അയക്കാം. നാളെ മുതൽ ഉച്ചയ്ക്ക് അവന്റെ കയ്യിൽ ഊണ് കൊടുത്തയച്ചു. എന്നാ സാറൊന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചാട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ ഇന്നലെയും കാണാത്തപ്പം ഞാൻ കരുതി താൻ പണിയൊക്കെ മതിയാക്കി പെണ്ണ് കെട്ടി താമസമായെന്ന്. ഇന്ന് കണ്ടപ്പോ എന്ത് തോന്നുന്നു? താൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായെന്ന്. താൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയാലോ? കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ഓരോരുത്തരായി വധിക്കുക. താനും വധിച്ചോ. എന്നാലും താൻ ആ മാത്യൂസിനെ ഒറ്റപ്പെടുത്തിയത് കഷ്ടമായി. ഇനിയിപ്പോ അവൻ ആരെ കൂട്ടുപിടിക്കും? മാത്യൂസ് ഒരു കാലത്ത് വിവാഹം കഴിക്കും. അയാൾക്ക് ആര് പെണ്ണു കൊടുക്കും? അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ വെപ്രാളമല്ലേ? അതിരിക്കട്ടെ, എങ്ങനുണ്ട്? എന്തോന്ന്? എങ്ങനെയുണ്ടെന്ന്? താൻ പോടും. തന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന്? ഭാര്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? താമന്ന് കാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും. പക്ഷെ ഇന്നലെ രാത്രി തന്റെ ഭാര്യയുടെ സ്വരം ഞാൻ കേട്ടു. എങ്ങനെ? ഇന്നലെ രാത്രി ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ താൻ വന്നു എന്നറിഞ്ഞു. പിന്നെ തന്റെ കല്യാണ കോൾ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഹലോ സാർ, വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയി. പിന്നെ വർമ്മ ആൻഡ് കമ്പനിയുടെ ജനറൽ മാനേജർ വിളിച്ചിരുന്നു. ഹലോ, 66423 ഒരു കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഒപ്പിട്ടു. ഞാൻ പോയിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ, തനിക്ക് വല്ലതും മനസ്സിലായോ? ഇവൻ ആര് പെണ്ണ് കൊടുക്കാനാ? പാച്ചുപിള്ളേ, എന്താ കൊച്ചുമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പാച്ചുപിള്ളയ്ക്ക് പാചകത്തെ പറ്റി വല്ലതും അറിയാമോ? മിലിറ്ററിയിൽ കുക്കായിരുന്നു ഞാൻ. കുറച്ചൊക്കെ അറിയാം. എന്താ കാര്യം? അല്ല, അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം. ഹലോ, നന്ദിനിക്കുട്ടിയല്ലേ? ഞാനാ രവി. അല്ല, ഗ്യാസ് കത്തിച്ചോ? പിന്നെ അത് ഓഫ് ചെയ്തിട്ടേ കിടക്കുക മറ്റോ ചെയ്യൂ. ഞാൻ വൈകുന്നേരം വരും. അല്ല, ഉച്ചയ്ക്ക് എന്തോ വെച്ചു? അവിയലോ? പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഓക്കെ. ഇരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ശാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? എങ്ങനുണ്ട്? തരക്കെടില്ല. ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സാർ, ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസേ? തന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ? ഐ എം വെരി ആങ്ഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ ഒന്ന് അറിയാനാ. അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നത് എന്തിന്? ഹലോ, താൻ ആഹാരം കഴിച്ചു? ചോറുണ്ടെന്നു ഉണ്ണാൻ ഒരു മൂടില്ല. മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ? മാത്യൂസിന് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം.
തനിക്ക് നാണമില്ലടോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പച്ചനോടും അമ്മച്ചോടും വേണമെങ്കിൽ ഞങ്ങൾ പറയാം. താനൊന്ന് പെണ്ണ് കിട്ട്. അതെങ്ങനാ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയലല്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പറയലൊന്നുമില്ല. താൻ ഈ എം ഡിയുടെ പിയെന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല. ഒരാനയെ മേയ്ക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്താ പിന്നെ കാണാൻ രവി സാർ? താൻ എന്തിനാണോ ആ സാധുവിനെ കളിയാക്കുന്നത്? തനിക്കറിയില്ല, ഇങ്ങനെ കളിയാക്കിയാലേ അയാൾ നന്നാവും. പിന്നെ ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അന്നാമയോട് ചോദിച്ചെന്ന് കേട്ടു, ഭർത്താവിന്ന് പരിപൂർണ സുഖം കിട്ടുമോന്ന്. അവള് പൂര തെറിയും പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ. സമയം ഒരുപാട് പോയിട്ടെ. മിസ്സിസ് രവീന്ദ്രനാഥക്കുറുപ്പ്. നന്ദനകുട്ടി, ഞാൻ എപ്പോഴും പറയാറില്ലേ, ജയൻ എന്ന പിടികിട്ടാ പുള്ളി. ഹലോ. നമസ്തേ. അതിന്റെ ഭാര്യയാണ്. കൊടുകൈ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എവിടെ നാടോ ഇത്ര ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടത്? മുതുകുളത്തോന്നു. ഞാൻ ആലോചിക്കാം, ലോകത്ത് പലരും പെണ്ണ് കെട്ടിയിട്ടുണ്ട്, ഞാനും കെട്ടി. ഒരു പെണ്ണെന്ന് പറയണ്ട, ഒരു സത്വം എന്ന് പറയുന്നതാ ശരി. ഞാൻ അവളുടെ സൗന്ദര്യം നോക്കിയിട്ടൊന്നല്ല കെട്ടിയത്. അവളുടെ അച്ഛൻ ചിട്ടിയെടുത്ത് ഒരു 3.5 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് അവകാശികൾ വല്ലവരും വേണമല്ലോ എന്ന് കരുതിയിട്ട. മിസ്സിസ് സിയുടെ ദൂരെ ഏതോ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നു. അവൾ മാത്രമല്ല, നമ്മുടെ ദത്തന്റെ ഭാര്യ അടക്കം 6 പേർ. മൈസൂരിലെങ്ങാണ്ട് ഒരു സ്വാമി ഉണ്ട് പോലും. അയാളെ പോയി കണ്ടാൽ സർവകാര്യ സിദ്ധി ലഭിക്കും. സ്വാമി ആകാശത്തുനിന്ന് ഒരു ഏലസ് എടുത്ത് കൈ കൊടുക്കും. ഏലത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ, അവൾ ഏലസും കൊണ്ട് വീട്ടിൽ കയറി വന്ന ദിവസം നമ്മുടെ ഇരുമ്പോലിരുന്ന പട്ടി ക്ലീൻ. എനിക്ക് വയറ്റിളക്കും. എന്തു പറ്റി? ചായ. നന്ദനക്കുട്ടി, ചായക്കിട്ട് പഞ്ചസാര എവിടെ നിർത്തത്? ബ്ലാക്ക് സർട്ടിനിൽ നിന്ന്. അയ്യോ സോറി ജയൻ, അത് ഉപ്പായിരുന്നു. നന്ദിനിക്കുട്ടി കോളേജിൽ എന്താ സബ്ജക്ട്? ഹോം സയൻസാ? അല്ല, ഹോം സയൻസ് ആണ് ഇതൊക്കെ സംഭവിക്കും. എന്റെ ഭാര്യ ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സാ. അയ്യോ, ഞാൻ വേറെ ചായ കൊണ്ടുവരാം. അതിനെന്താ, സാരമില്ല. നന്ദിനിക്കുട്ടി എനിക്ക് ബുദ്ധിപൂർവ്വം ഒപ്പിട്ട് തന്നതാ. നന്ദി വേണമല്ലോ. സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിന് ഒരു ഭാര്യയ്ക്കുള്ള പങ്ക് നിസ്സാരമല്ല. ഭർത്താവുമായുള്ള പരസ്പര ധാരണയാണ് അതിൽ മുഖ്യം. സ്വന്തം താല്പര്യങ്ങളെ ഞാൻ എന്താ ചെയ്തതെന്ന് നന്ദനക്കുട്ടിക്ക് അറിയാമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ആചാരമാണ്. എന്നെ ആരെങ്കിലും കണ്ടുപെട്ടാൽ എന്റെ അമ്മ ഉപ്പും മുളകും ചേർത്ത് ഇതുപോലെ ഒഴിയാറുണ്ട്. അങ്ങനെ ചെയ്താൽ ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല എന്നാ വെപ്പ്. നന്ദിനിക്കുട്ടി ഇന്നൊരാൾ കണ്ടുപെട്ടു. ആര്? ജയൻ. അവൻ ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയത്. അവൻ പറഞ്ഞു, ഞാൻ ഭാഗ്യവാനാണ്. ഇത്രയും ഐശ്വര്യമുള്ള പെണ്ണിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ശരിയാണോ? നന്ദിനിക്കുട്ടി രാവിലെ പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇതാ ചായ. നന്ദിനിക്കുട്ടി ഇന്നലെ തീരെ ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു. എനിക്കും രാത്രി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അല്ല, നമ്മളോട് വന്നാൽ നമ്മുടെ റൊമാൻസ് നാട്ടുകാർ മുഴുവൻ കാണും. വരുവാത്തേക്ക് ഇന്ന് ഞാൻ ഏത് ഷർട്ട് ഇടുന്നു? പറഞ്ഞോ. നന്ദിനിക്കുട്ടി പറയുന്ന ഷർട്ടേ ഞാൻ ഇടത്തുള്ളൂ. ഈ ഷർട്ട് മതി. ഓക്കെ, അവിടെ നിന്നാ പോരാ, ഷർട്ടും കൊണ്ടുവരൂ. പിന്നെ നന്ദിനിക്കുട്ടി എന്താ കഴിക്കാൻ പോണത്? ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ കിട്ടിയതുപോലെ നന്ദിനിക്കുട്ടി എന്നും ഇരിക്കണം. അത് പട്ടിണി കിടന്ന് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. പാച്ചുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുവരും. ഓംലെറ്റ് ഉണ്ടായി കഴിച്ചോളൂ. ഉച്ചയ്ക്കുള്ള ഊണ് ബോയ് വരുമ്പോ കൊടുത്തയച്ചാൽ മതി. പിന്നെ ഗ്യാസ് ഞാൻ പറയണ്ടല്ലോ. ഞാൻ വരട്ടെ.
കൊച്ചമ്മ നേരത്തെ എന്നെ വിളിച്ചായിരുന്നു. പാച്ചുപിള്ള മിലിറ്ററിയിൽ കുക്കായിരുന്നില്ലേ? എളുപ്പം ഉണ്ടാക്കാവുന്ന 2 കറികളുടെ പേര് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഈ ഉപ്പും മുളകും കൂടെ ഞെവിടിയാൽ ഒരു കറിയായി. അത് കറിയല്ലല്ലോ. പയറ് വെളിച്ചെണ്ണയിലിട്ട് വറുത്താൽ ഒരു കറിയായി. ശരി, ഒരു കറിയായി. ഇനി മാങ്ങ അവിയൽ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്തെല്ലാം ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട എന്നൊക്കെ വിശദമായി പറയണം. കൊച്ചമ്മ അങ്ങോട്ട് ചെന്നാട്ടെ, ഞാൻ ഈ പൈപ്പ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ശരി. എന്താ ശാല്, കറികളൊന്നുമില്ലേ? നമുക്ക് വേണേ ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട, ഇന്നലെ രാത്രി മുതൽ വയറിന് നല്ല സുഖമില്ല. അതുകൊണ്ട് കറികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കറികളിൽ പരീക്ഷണം നടത്തരുത്. താൻ ഉണ്ടാക്കി വെച്ച് നോക്കി. എന്ത് കറിയാ ഇത്? അവൾക്കും ദൈവം തമ്പുരാനും മാത്രം അറിയാം. എല്ലാ കറിയും ഇതുപോലെ. ഹോം സയൻസ് പഠിച്ചു പോയോ? ഇത് തന്നെ ഗതി. പണ്ട് പഠിച്ചതും പത്രങ്ങളിൽ വരുന്ന പാചകക്കുറിപ്പുകളും നോക്കി ഓരോന്ന് കൊടുത്തയച്ചു. രക്തസാക്ഷി നമ്മളും. ബോയ്, ഞാൻ വുഡ്ലൻഡ്സിൽ പോയി 2 സെറ്റ് ചപ്പാത്തി വാങ്ങിച്ചോളൂ. സാറുണ്ടെന്നല്ലേ? അതൊക്കെ ഇന്നലെ നീ അറിയുന്നു. ഇനി അവിടെ പോയി പറഞ്ഞേക്കരുത് ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന്. അപ്പൊ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. എല്ലാം ഉഗ്രനാണെന്ന് പറയണം. അറിയാതെ വല്ല ദോഷവും പറഞ്ഞു പോയെങ്കിൽ തെണ്ടിയത് തന്നെ. ഇവരിത് എങ്ങനെ ഈശ്വരങ്ങൾ പടച്ചെടുക്കുന്നു? ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, വയലറ്റ്. ഇതിന്റെ പേരൊന്നും അറിയണമല്ലോ. ഹലോ ജയന, വസന്തി, ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തയച്ച ചുവന്ന കറിയുടെ പേരെന്തുവാ? ഇളം ചുവപ്പല്ല, കടും ചുവപ്പ്. ആ ചോരയുടെ നിറത്തിലുള്ളത്. ഫാമേഴ്സ് വൈറ്റ് ഓംലെറ്റ്. മറ്റതോ? ആ നീല നിറത്തിലുള്ളത്. ഒന്നുമില്ല, ഞാൻ അല്പം രവിക്ക് കൊടുത്തു. അവനത് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പേര് ചോദിച്ചെന്ന് മാത്രം. ഓഹോ, ഓ, ചുമ്മാതാണോ നമ്മളൊക്കെ ചുറ്റി പോണത്? ഇതിന്റെ പേര് കേട്ടാ മതിയല്ലോ, ചിക്കൻ ജാൽ ഫ്രീസ്.